തേയിലത്തോട്ടത്തിനകത്തുകൂടെയുള്ള ഈ വഴിയിൽ വെച്ചാണ് എറാട്ടുകുണ്ട് ഉന്നതിയിലെ ബാലനെ കാട്ടാന ഇന്നലെ രാത്രി ആക്രമിച്ചത്. താഴെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം ഇപ്പോൾ അച്ഛനും അമ്മയും താമസിക്കുന്ന പള്ളിക്കടുത്തുള്ള പാടിയിലേക്ക് മടങ്ങി വരികയായിരുന്നു ബാലൻ. ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിൽ നിന്നും ഇന്നലെ രാത്രി വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് 24-കാരനായ ബാലകൃഷ്ണനെ കാട്ടാൻ ആക്രമിച്ചത്. തേയിലത്തോട്ടത്തിന് ഉള്ളിലൂടെയുള്ള റോഡിലാണ് മൃതദേഹം കണ്ടത്. താഴെ വെച്ചു വന്നിച്ചു ഇങ്ങോട്ട് നമ്മളെ നോക്കാൻ വന്നതാ. എന്നിച്ചു അങ്ങുന്നു തിരിച്ചു വന്നപ്പ ഇതിയാൻ വന്നു. നമ്മൾ കണ്ടിച്ച രാവിലെ വന്നു നമ്മൾ കണ്ടിച്ചു. അവിടെ പോയി പറഞ്ഞു കൊടുത്തു. കാപ്പി പറിക്കാൻ പോയി മടങ്ങുന്നതിനിടെയാണ് ബാലകൃഷ്ണനെ കാട്ടാന ആക്രമിച്ചതെന്നാണ് വിവരം. നിങ്ങളെ കൂടെ തന്നെ അല്ലായിരുന്നു താമസിച്ചിരുന്നത്? റാട്ടകുണ്ട് പോലുണ്ടോ? പോലില്ല. ബെയിലി പാലം കടന്ന് എത്തിച്ചേരുന്ന ഈ പ്രദേശത്ത് വളരെ കുറച്ചാളുകൾ മാത്രമാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നതാ. ഇരുട്ടായിരുന്നു അപ്പോഴേക്ക്? ഇരുട്ടായിരുന്നു. രാത്രി വരാത്തപ്പോ നിങ്ങള് നോക്കിയില്ല, അവിടെ തന്നെ ഉണ്ടാവും വിചാരിച്ചോ? അങ്ങനെ വിചാരിച്ചു. ഉരുൾപൊട്ടലിന് ശേഷം കാട്ടാനശല്യം രൂക്ഷമാണെന്ന് അറിയിച്ചിട്ടും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇവരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്നലെ രാത്രി പോയതാണ്. സാധനങ്ങൾ കൂടി തിരിച്ചു വരുന്ന സമയത്താണ് ഇങ്ങനെ ഇൻസിഡൻസ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന് ഒരു കണ്ണ് ശരിക്കും കാണൂല. അട്ടമലയിൽ ഇന്നലെ പകലും ആന ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്.